ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കല്ലേ? ഹാപ്പി ഡേ വിത്ത് സുജാർ മോഹൻ സീരീസിൻ്റെ ഡേ 22ലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യെസ്, അപ്പോൾ കഴിഞ്ഞ 21 ദിവസവും നിങ്ങൾ എന്നോടൊപ്പം ഈ ഒരു ജേണി കണ്ടിന്യൂ ചെയ്തു. കറക്റ്റായിട്ട് വീഡിയോസ് കണ്ടു, പ്രാക്ടീസുകൾ ചെയ്തു, വീഡിയോസ് പല പല ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. പലരും വീഡിയോസ് കണ്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ലൈഫ് പോസിറ്റീവായി. ഒരുപാട് സന്തോഷം മക്കളെ. ഈ നിമിഷം വരെ നിങ്ങൾ ടീച്ചറമ്മയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന്, സ്നേഹത്തിന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു. എന്നും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് വാക്കൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് ടീച്ചറമ്മ എന്താണ് പിന്നെ ടീഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് വന്നേക്കുന്നത്. ഞാൻ ജിമ്മിൽ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് ഇന്ന് നമുക്ക് നമ്മുടെ ഹെൽത്തിനെ പറ്റി സംസാരിക്കാം എന്നുള്ളത്. മക്കളെ, ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ഏരിയയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വന്നപ്പോഴാണ് എൻ്റെ ആരോഗ്യം തന്നെ ക്ഷയിച്ച്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ബെഡ് റിഡൺ സ്റ്റേജിലായിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് വന്ന ഗതികേട് ആർക്കും വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. നിങ്ങൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ യെസ് ടീച്ചറമ്മ എന്ന് ഇപ്പം തന്നെ കമൻറ്റിലിടും കേട്ടോ. ഒരു ദിവസം പോലും മുടങ്ങാതെ വർക്കൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യോഗയോ സൂംബയോ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് പറയണം ഏതാണ് ചെയ്യുന്നത് എന്നുകൂടെ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. എല്ലാ ദിവസവും ജിമ്മിൽ പോയി ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ നേരത്തെ എനിക്ക് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോയി ഡെയിലി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരോഗ്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബാക്കി എന്തുണ്ടായിട്ടും ആരോഗ്യമില്ലെങ്കിലുള്ളൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചേക്കും. നമ്മൾ ബ്യൂട്ടിഫുൾ സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ ജയസൂര്യയുടെ ക്യാരക്ടർ, അദ്ദേഹം ശരിക്കും സമ്പന്നനായിട്ടാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യമില്ലാതെ കട്ടിലിൽ തളർന്ന് കിടക്കുകയാണ്. മക്കളെ, ടീച്ചറമ്മ ഇതുപോലെ കട്ടിലിൽ തളർന്ന് കിടന്ന സമയത്താണ് ആരോഗ്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നവരൊക്കെ ദൈവത്തോട് എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. കാര്യം അവർ എന്ത് ഭാഗ്യമുള്ളവരാണ് എന്നൊക്കെ ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജയസൂര്യയിലേക്ക് വരാം. അപ്പോൾ അദ്ദേഹം ചെയ്ത ആ ഒരു ക്യാരക്ടർ, പൈസ ഇഷ്ടം പോലുണ്ട്, പക്ഷേ കട്ടിലിൽ തളർന്ന് കിടക്കുന്നൊരവസ്ഥ, ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളെല്ലാം, എല്ലാ ലക്ഷറിയും കംഫേർട്സും എല്ലാം ആസ്വദിക്കാനായിട്ട്, ട്രാവൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നേരെ മറിച്ച് നമുക്ക് ആരോഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഫുൾ സ്വിങ്ങിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ലൈഫിനെ നമ്മളൊരു ആഘോഷമാക്കി മാറ്റണം. ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. എല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്തി, ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. നമ്മുടെ ജീവിതം ഒരു ആഘോഷമായി തീരണം. എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, ലൈഫിലൊരു സന്തോഷമില്ല, സമാധാനം. ഏത് സമയം നമ്മൾ ഈ നെഗറ്റിവിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തെങ്കിലും ഒരു വർക്കൗട്ടൊക്കെ ഡെയിലി ചെയ്ത് നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് ഡയറ്റിംഗ് ഒക്കെ ശ്രദ്ധിച്ച്, പലരും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഭക്ഷണക്രമത്തിലൊന്നും യാതൊരു ശ്രദ്ധയില്ല. ഭക്ഷണം ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് സൊമാറ്റോയിൽ നിന്നും സ്വിഗ്ഗിയിൽ നിന്നും ഒക്കെ ജങ്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് വണ്ണമൊക്കെ കൂടി അല്ലേ? എഴുന്നേറ്റ് നടക്കാൻ പോലും ബുദ്ധിമുട്ട്. പലർക്കും നടുവേദന, കാലുവേദന, മുട്ടുവേദന, ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നമുക്ക് വർക്കൗട്ട് ഇല്ലാത്തത് കൊണ്ട്, നമ്മുടെ ഭക്ഷണക്രമം കറക്റ്റ് ആകാത്തത് കൊണ്ടുമാണ് കേട്ടോ. അപ്പം ഇന്ന് മുതൽ ഫുഡിൽ ശ്രദ്ധിക്കുക. നല്ല എന്താ പറയുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഡെയിലി എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. എപ്പോഴും ബോഡിയെ നല്ല ഫിറ്റാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡി, നമ്മുടെ ആത്മാവ് വസിക്കുന്ന അമ്പലമാണ്, അല്ലെങ്കിൽ ഒരു പുണ്യ സ്ഥലമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ബോഡിയെ ഏറ്റവും നല്ല രീതിയിൽ ഫിറ്റ് ആൻഡ് ഹെൽത്തി ആക്കി വെക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഗോൾ സെറ്റ് ചെയ്യുക. എനിക്ക് എൻ്റെ പെർഫെക്റ്റ് വെയ്റ്റിലേക്ക് എത്തണം, എൻ്റെ ബോഡി എനിക്ക് നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നേരത്തെ ഉള്ള എൻ്റെ ബോഡി അത് ഞാൻ ഒത്തിരി മാറ്റിയെടുത്ത്, ഇപ്പം നിങ്ങൾ പറയാറില്ലേ ഒരുപാട് വ്യത്യാസം വന്നു, ആ ഒരു ബോഡി ഷേപ്പിലേക്ക് എത്തി എന്നൊക്കെ. ഇതെല്ലാം
ജിമ്മിൽ പോയിട്ടുള്ള നിരന്തരമായിട്ടുള്ള വർക്കൗട്ടിൻ്റെ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഒരുപാട് പേര് പറയുന്നുണ്ട് ടീച്ചറമ്മ ഇൻസ്പയർഡ് ഫ്രം യു, ടീച്ചറമ്മ ഇൻസ്പയർഡ് ആയിട്ട് ഞങ്ങൾ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ സൂംബ ക്ലാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡെയിലി വാക്കിങ്ങിന് പോകുന്നുണ്ട്, ഡെയിലി എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒരുപാട് സന്തോഷമാണ് മക്കളെ. നിങ്ങളെ എല്ലാ രീതിയിലും ഇൻസ്പയർ ചെയ്തു നിങ്ങൾ ലൈഫിൽ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ എല്ലാ ദിവസവും മെഡിറ്റേഷനൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ചാനലിനകത്ത് യൂട്യൂബിൽ സുജ ആർ മോഹൻ മെഡിറ്റേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർമാർ ഒരു സിമ്പിൾ മെഡിറ്റേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കി മെഡിറ്റേഷനൊക്കെ ചെയ്യണം കേട്ടോ. മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നല്ല ശാന്തതയിലേക്ക് എത്താനും നമ്മുടെ ചിന്തകളെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ മെഡിറ്റേഷൻ സഹായിക്കും. എത്ര മോശം സാഹചര്യത്തിലും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഹെൽത്തി മൈൻഡ് വേണം. അതിന് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ ഒരു സ്റ്റോറി പറയാം മക്കളെ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഈ ഒരു ഹാപ്പി ഡേ വിത്ത് സുജാർ മോഹൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാപ്പിൽ ബീച്ചിൽ, നമ്മുടെ വീടിനടുത്താണ് കേട്ടോ, കാപ്പിൽ ബീച്ചിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനും കണ്ണമോനും കൂടെയാണ് പോയത്. ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ വന്നൊരു മോമോസ് കടയിൽ വന്ന് ഞങ്ങൾ മോമോസൊക്കെ വാങ്ങിച്ച് നേരെ എൻ്റെ ബ്രദറിൻ്റെ വീടിനടുത്തുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ട്. ഫോൺ തപ്പിയപ്പോൾ ഫോൺ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ഐഫോണാണ്, ഏതാണ്ട് 1.5 ലക്ഷം രൂപ വില വരുന്ന ഫോണാണ്. അപ്പം ഈ ഒരു ഫോൺ പോയി. ഞാൻ അവിടെയൊക്കെ നോക്കി കണ്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം മിസ്സായിട്ടുണ്ട്. പക്ഷേ ഫോൺ നഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങനെ വളരെ കൂളായിട്ടിരിക്കുകയാണ്, എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ കണ്ണമ്മനോട് പറഞ്ഞു, കണ്ണമ്മനെ പോയി നോക്കി എടുത്തിട്ട് വാന്ന് പറഞ്ഞ് അവൻ നോക്കാൻ പോയി. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഉച്ച സമയമാണ്, ചെറിയ ഉറക്കം വരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ മയങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ നാത്തൂൻ എന്നോട് ചോദിച്ചു, ചേച്ചി ഫോൺ പോയിട്ട് ചേച്ചിക്ക് ഒരു ടെൻഷനും ഇല്ലേ? ഞാൻ പറഞ്ഞു, മക്കളെ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ടെൻഷൻ വരുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞ്, ചേച്ചി ഡെയിലി മെഡിറ്റേഷനും അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഗുണമായിരിക്കും ചേച്ചി, ഞാനെങ്ങാണോ അത് ടെൻഷൻ അടിച്ച് ഇപ്പോൾ വീടിന്. എന്നിട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിൻ്റെ അടുത്ത് പോയി നോക്കുന്നു, കണ്ണമ്മ വരുന്നുണ്ടോ, ഇത് കിട്ടിയോ, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അൻചേട്ടനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കൂളായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, എൻ്റെ ഗുരുവായൂരപ്പൻ അത് എന്നിലേക്ക് എത്തിക്കും. എങ്ങനെയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, എങ്ങനെ കിട്ടും എപ്പോൾ കിട്ടുമെന്നൊന്നും എനിക്കറിയാം, പക്ഷേ അത് കിട്ടും. അപ്പോൾ അവൾ പറഞ്ഞാൽ അത്രയും വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു, എനിക്കത് വിശ്വാസമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭഗവാൻ അത് എത്തിച്ചു തരും, അത് എന്നിലേക്ക് വരും. എങ്ങനെയൊന്നും എനിക്കറിയാം. ഞാൻ സത്യം പറഞ്ഞാൽ കൂളായിട്ട് അവിടെ കിടന്ന് കുറച്ച് നേരം മയങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണമോൻ വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ അതൊരു ജാർഖണ്ഡ് ഒരു ഹിന്ദിക്കാരൻ്റെ കയ്യിലാണ് കിട്ടിയത്. അതൊരു വർക്കറായിരുന്നു. പുള്ളിക്കിൻ്റെ വലിയ യൂസേജ് ഒന്നും അറിയില്ല. കണ്ണമോൻ എന്തെന്ന് വെച്ചാൽ അവൻ്റെ ഫോണിൽ നിന്ന്, പിന്നെ ഐഫോണല്ല, അവൻ്റെ ഐഫോണിൽ നിന്ന് നമ്മുടെ ഐഫോൺ ലോക്ക് ചെയ്ത്, അങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു അറിവ് പറഞ്ഞു തരും. ചിലർക്ക് ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഇത് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ലോക്ക് ചെയ്തിട്ട് അതിനകത്ത് ഈ ഫോൺ നഷ്ടപ്പെട്ടതായിട്ട് ഇതായിരിക്കുന്നു, നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് കണ്ണമോൻ്റെ ഫോൺ നമ്പർ അതിനകത്ത് എഴുതി കാണിച്ചു സ്ക്രീനിൽ. അപ്പോൾ ആ വ്യക്തി തിരിച്ച് കണ്ണമോനെ വിളിച്ചു, അങ്ങനെ കോൺടാക്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ആ ഒരു ഫോണ് നമുക്ക് തിരിച്ചു കിട്ടി. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു ബീച്ചിൽ നഷ്ടപ്പെട്ട, ബീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ തിരക്കുള്ള സ്ഥലമാണ്. അവിടെ പല ആൾക്കാർ, ഏതെല്ലാം നാട്ടിൽ നിന്നുള്ള ആൾക്കാർ, വിദേശികൾ ഉൾപ്പെടെ വന്നു പോകുന്ന സ്ഥലമാണ്. അവിടെ ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പലരും വിചാരിക്കും ആ പൈസ ഉള്ളതുകൊണ്ട് അടുത്ത ഫോൺ മേടിക്കുക. അങ്ങനെയല്ലല്ലോ. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണ്. അതിൽ നമ്മുടെ കോൺടാക്ട്സ് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ അത്രയും നമുക്ക് ഇത് വരുന്നതാണ്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു ടിക്ക് എന്ന് പറയുന്ന ഒരു ടെൻഷൻ പോലും വന്നില്ല. ഞാൻ വളരെ കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ആ ഡെയിലി മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ശാന്തതയാണ് അതെനിക്ക് കിട്ടുമെന്നുള്ള ആ വിശ്വാസം, പവർ ഓഫ് ബിലീഫ്. നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ഓരോ ദൈവങ്ങളുണ്ടാവും. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. നിങ്ങൾ ഈശോയിലോ മാതാവിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈശോയെയും മാതാവിനെയും മുറുകെ പിടിക്കുക. ഗുരുവായൂരപ്പനിലോ ശിവനിലോ മുത്തപ്പനിലോ ഏത് ദൈവത്തിലാണോ നിങ്ങൾ മുറുകെ പിടിക്കുന്നത്, ആ ദൈവത്തെ നിങ്ങൾ തീർച്ചയായിട്ടും മുറുകെ പിടിക്കുക. അപ്പോൾ ഞാനൊരു ഗുരുവായൂരപ്പ ഭക്തമായതുകൊണ്ട് തന്നെ എൻ്റെ ഭഗവാൻ അത് എത്തിച്ചു തരും, ഭഗവാന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂളായിട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ ഫോൺ എനിക്ക് തിരിച്ചു കിട്ടി. ഇതിന് മുമ്പും ഞങ്ങൾ UK പോയ സമയത്തും ഇതുപോലെ മാക്ബുക്ക് അടങ്ങിയൊരു ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെൻ്റെ മോൻ അവിടുത്തെ ബസ്സിൽ മിസ്സായതാണ്. അന്നും ഇതുപോലെ ഞാൻ കൂളായിട്ട് നിൽക്കുക, എൻ്റെ ഭഗവാൻ അതെനിക്ക് എത്തിച്ചു തരും. ആ വിശ്വാസം ഉണ്ടല്ലോ, ഭഗവാൻ നമ്മളെ നന്നായിട്ട് പരീക്ഷിക്കും. യൂണിവേഴ്സ് നമ്മളെ പരീക്ഷിക്കും, ഇവരുടെ വിശ്വാസം കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി. ഞാൻ വളരെ കൂളായിട്ടൊന്നും അത് കിട്ടും, എങ്ങനെയൊന്നും എനിക്കറിയില്ല, പക്ഷേ കിട്ടും. മനസ്സ് പറഞ്ഞ് കിട്ടാൻ. UK കളഞ്ഞു പോയതില്ലേ റെഡ് ബസ് ഉണ്ടല്ലോ, ഡബിൾ ഡെക്കർ ബസ്, അതിനകത്തൊക്കെ പോയാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സുജാത് ഇങ്ങനെ കിട്ടും. ഞാൻ പറഞ്ഞു ഇല്ല, കിട്ടും, എങ്ങനെയൊന്നും എനിക്കറിയില്ല, അത് കിട്ടും. അതെൻ്റെ ഭഗവാൻ എനിക്ക് എത്തിച്ചു തരും. ഇത് തന്നെ എൻ്റെ ഉറച്ച വിശ്വാസം. ആ വിശ്വാസത്തിന് മുന്നിലുണ്ടല്ലോ ഈശ്വരൻ പോലും
തോറ്റുപോകും. അതാണ് മക്കളെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾ സത്യസന്ധമായിട്ട് ജീവിക്കുക, നന്മയിൽ ജീവിക്കുക. ആൾക്കാരെന്തും പറയട്ടെ, നിങ്ങളൊരു മോശം വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയും, നിങ്ങളെ കുറ്റക്കാരാക്കും, നാട് മുഴുവൻ നടന്ന് നിങ്ങളെപ്പറ്റി ഏഷണി പറയും, പരദൂഷണം പറയും. ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ എങ്ങനെയൊക്കെ നിങ്ങളെ ദ്രോഹിക്കാൻ പറ്റും ആൾക്കാർ ആ രീതിയിലൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അവരിലേക്കും ഇവരിലേക്കും ഒന്ന് ഫോക്കസ് കൊടുക്കാൻ പോകണ്ട. നിങ്ങൾ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിലാണ്, നിങ്ങൾ നിരീശ്വരവാദിയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ യൂണിവേഴ്സ് വിളിക്കുക. യൂണിവേഴ്സിനെ മുറുകെ പിടിക്കുക. നിങ്ങൾ മുറുകെ പിടിച്ച് ആ ഒരു ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും ഒന്നും നിങ്ങളെ നശിപ്പിക്കാൻ പറ്റില്ല. മറ്റുള്ളവരല്ല നമ്മുടെ ജീവൻ തീരുമാനിക്കേണ്ട. മറ്റുള്ളവരെന്ത് വേണേൽ ചെയ്തോട്ടെ, എന്ത് വേണേൽ പറഞ്ഞോട്ടെ, അവിടെയെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുക. പോസിറ്റീവായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ. അപ്പം എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എടുത്ത ശേഷം 5 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. 5 ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള 5 ഗ്രാറ്റിറ്റ്യൂഡ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഭർത്താവിന് നന്ദി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് നന്ദി, എൻ്റെ മക്കൾക്ക് നന്ദി, എൻ്റെ പേരൻസിന് നന്ദി, എൻ്റെ ഗ്രാൻഡ് പേരൻസിന് നന്ദി. അങ്ങനെ നമ്മുടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള 5 ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങൾ എഴുതേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞ് ഈ വീഡിയോയ്ക്ക് താഴെ ടീച്ചറമ്മ ഗ്രാറ്റിറ്റ്യൂഡ് ഡൺ എന്ന് മെസ്സേജ് ഇടണം കേട്ടോ. നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡേ 23 വീഡിയോ ആയിട്ട് ടീച്ചറമ്മ ഓടി വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ, ലവ് യു.